നമസ്കാരം. എനിക്കൊരു പൂതി. എന്താണ് പൂതി? ഇസ്ലാമിനെ ആശ്ലേഷിക്കണം, മുസ്ലിമാകണം. അതാണ് പൂതി. അതെങ്ങനെയാണ് മുസ്ലിം ആകുക? എന്താണ് ഇസ്ലാം? അതിനാരോടെങ്കിലും ചോദിക്കണമല്ലോ. അങ്ങനെ ഒരു പള്ളിയിൽ പോയിട്ട് അവിടെയുള്ള ഇസ്ലാം മതപണ്ഡിതൻ എന്ന് പറയുന്ന ആളോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം ഹാജിയാരാണ് കേട്ടോ, ഹജ്ജൊക്കെ കഴിഞ്ഞ ആളാണ്, പണ്ഡിതനാണത്രേ. അപ്പം അങ്ങനെ ചോദിച്ചു, ഹാജിയാരെ, എൻ്റെ മനസ്സിൽ ഞാനൊരു ഹിന്ദു ആണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആകട്ടെ, പക്ഷെ ഇപ്പോൾ ഒരു സംശയം. ഹിന്ദു ഉണ്ട്, ഇവിടെ ക്രിസ്ത്യാനി ഉണ്ട്, അവിടെ മുസ്ലിങ്ങളുണ്ട്. ആരാണ് ശരിക്ക് സ്വർഗത്തിൽ പോകുക? ആരാണ്? ഇതാണ് ഒരു ചോദ്യം ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞു, എന്തോ സംശയം? അത് കേട്ടപ്പോൾ തന്നെ, ഹിന്ദു എന്നുള്ള പേര് കേട്ടപ്പോൾ ദേഷ്യം വന്നു. എന്തോ സംശയം? മുസ്ലിങ്ങൾ മാത്രമേ പോവുള്ളൂ. മഹാത്മാഗാന്ധിക്ക് നരകത്തിലാണ് കേട്ടോ. മുസ്ലിങ്ങൾ മാത്രമേ പോവുള്ളൂ. ഓ, അങ്ങനെയാണല്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഹാജിയാരെ, ഒരു സംശയം കൂടിയുണ്ട്, ഒന്നും തോന്നരുത്. ഏത് മുസ്ലിങ്ങളാണ് സ്വർഗത്തിൽ പോവുക? ഷിയ മുസ്ലിങ്ങളാണോ, അതോ സുന്നി മുസ്ലിങ്ങളാണോ, അത് അഹമ്മദിയ മുസ്ലിങ്ങളാണോ? അങ്ങനെ കുറേ മുസ്ലിങ്ങളുണ്ടല്ലോ. അതിലേത് മുസ്ലിങ്ങളാണ് സ്വർഗത്തിലേക്ക് പോവുക? അതിലിപ്പോൾ സംശയം? സുന്നി മാത്രം. ഓക്കെ. അപ്പോൾ എനിക്കൊരു മതം മാറാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എവിടേക്കാണ് മതം മാറേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ചിട്ടാണ് എടുത്തു ചാടാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീണ്ടും ചോദിച്ചു, ഹാജിയാരെ, ഈ സുന്നിയിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ടല്ലോ. അതിന് മുഖലിദ് എന്നാണോ, മുഖലിദ് എന്നറിയില്ല, മുഖലിദ് അല്ലാത്തവരും അങ്ങനെയുണ്ടല്ലോ. അതിന് മുഖലിദുകാർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. ശരി ഹാജിയാരെ, ഒരു സംശയം കൂടിയുണ്ട്. എന്താ സംശയം? മുഖലിദിൽ തന്നെ 4 വിഭാഗങ്ങളുണ്ടല്ലോ. അതിലാരാ സ്വർഗത്തിലേക്ക് പോകുക? സ്വർഗത്തിലേക്കുള്ള കോണിയിൽ കയറാനുള്ള അവകാശം, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വിസ അതിലാർക്കാ കിട്ടുക? അത് ഹനഫിക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഹനഫി. ഹാജിയാർക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചോദിക്കുന്നവനെ എൻ്റെ മുഖത്തിൽ നോക്കുന്നുണ്ട്. ഓ, അത് ശരി, ഹനഫിയാണ് പോവുക അല്ലേ? അപ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് പോവുള്ളൂ, സുന്നി മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ, മുഖലിദുകാർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. അതിൽ തന്നെ 4 വിഭാഗങ്ങളുണ്ട്. അതിൽ ഹനഫിക്കാർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ. മനസ്സിലായി? അപ്പം ഈ ഹനഫിയിൽ അങ്ങോട്ട് ചേരാല്ലേ? അപ്പോഴൊരു സംശയം, ഈ ഹനഫിയിൽ തന്നെ 2 വിഭാഗം ഉണ്ടല്ലോ. ഒന്ന് ദിബാന്തി എന്ന് ആണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ തോന്നുന്നു, എന്നും ബറേൽവി, അങ്ങനെ 2 വർഗമുണ്ടല്ലോ. അതിലേതാണ് അവിടെ പോവുക? ഇതറിഞ്ഞിട്ട് വേണ്ടേ ചേരാൻ വേണ്ടിയിട്ട്. അതിൽ ദിബാന്തിക്കാർ മാത്രമേ അവിടെ പോവുള്ളൂ. ആചാര്യർക്ക് വീണ്ടും ദേഷ്യം കൂടി വരുന്നുണ്ട്. ഇയാൾക്കിപ്പോൾ തല്ല് കിട്ടുന്നതാണ് തോന്നണത്. ഹാജിയാരെ, എന്നോട് വിഷമം തോന്നരുത് കേട്ടോ. ഈ ദിബാന്തിയിൽ തന്നെ 2 വിഭാഗം ഉണ്ടല്ലോ. ഒന്ന് ഹയാറ്റിയും ഒന്ന് മമാറ്റിയും. ഹയാറ്റി ആൻഡ് മമാറ്റി. മമാറ്റിയോ HAYATI ആണ് ഹയാറ്റി. മറ്റത് MAMATI മമാറ്റി. ഇതിനാരാണ് സ്വർഗത്തിൽ പോകുക? നിൻ്റെ തന്തയുടെ, നിൻ്റെ പെങ്ങളുടെ, നിങ്ങളുടെ ഭാര്യയുടെ, നിൻ്റെ പെൺമക്കളുടെ പച്ചത്തറി. അവസാനത്തെ മദ്രസ പഠനത്തിലെ സൂക്തങ്ങൾ ഒഴുകി വരാൻ തുടങ്ങി. അതിങ്ങനെ ഗംഗാനദി പോലെ അനർഗളം ഇങ്ങനെ വരാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് കുറച്ച് തടികളാണ്ട് എന്നെ തല്ലിയില്ല. അയാൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഥൂ ഒന്ന് തുപ്പിയിട്ടാ പോകണം, തെറിയും പറയുന്നുണ്ട്. എടാ
നായിൻ്റെ മോനെയൊന്നും വിളിക്കുന്നില്ല. എടാ നീ ഒരു കാര്യം, ജാതി പറഞ്ഞ് ഹിന്ദുക്കളുടെ ജാതി പറഞ്ഞേക്കേണ്ടത് അവിടെ അടിയാ, ഈഴവന്മാരും നായന്മാരും അടിയാ, അത്രയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ വേണേൽ പുലയ പറയുക, വിശ്വകർമ്മ നമ്പൂരി ഇതൊക്കെയും പറയാൻ പറ്റും, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ സ്ഥിതി എന്താണ്? ജാതി പറഞ്ഞ് ആഘോഷിച്ച്, ജാതി പറഞ്ഞ് അപഹസിച്ച്, ഹിന്ദുക്കളെ അപഹസിച്ച്, എന്നിട്ട് അവരെ മതം മാറ്റുന്നു. നിങ്ങളിൽ വലിയ ജാതിയുണ്ടല്ലോ, ചെറിയ ജാതിയുണ്ടല്ലോ, ചെറിയ ജാതിക്കാരെ വലിയ ജാതിക്കാരെ ബഹുമാനിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജാതി പറഞ്ഞ് നിങ്ങളെ മതം മാറ്റി നിങ്ങളുടെ സമൂഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുത്തെ സ്ഥിതി എന്താ? അവിടെ ചെല്ലുമ്പോഴല്ലേ അറിയുള്ളൂ. ഇക്കരെ നിൽക്കുമ്പോൾ അവർ അക്കരെ പച്ച തോന്നും. ജാതി വ്യവസ്ഥയുടെ കാര്യത്തിൽ പൊട്ടാൻ നിൽക്കുന്ന ആറ്റം ബോംബാണ് അവിടെ ആ മതം, പേപ്പട്ടി മതം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ജാതികളുടെ പട്ടിക എത്രയാണെന്നറിയാമോ? 308 ജാതികളാണ് അവിടെയുള്ളത്. ഈ ജാതികൾ കേന്ദ്ര സർക്കാരിൻ്റെ OBC ഗസറ്റിലുള്ള മുസ്ലിം സമുദായങ്ങളുടെ ലിസ്റ്റാണ്. 308 വേണമെങ്കിൽ ഞാൻ വായിക്കാം. പക്ഷേ അത് കേൾക്കാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, ആർക്കും താല്പര്യം ഉണ്ടാവില്ല. 1 അരയൻ, 2 അർഗോൺ, അൻസാരി, ബാഗ്ബാൻ, ബാൾട്ടി, ബന്ന, ബട്ടിയാര, ബിഷ്തി, ബിസാദി, ബറിഗ്, ചൗഷ്, ഡാർഡ്, ദോബി, കോസി, ഗുജാർ, ഹൈദരാബാദി, തമീമി, ഇറാഖി, കൻസാറ, കാശ്മീരി, കുഞ്ചറ, മൽക്കാന, മണിഹാർ, മാപ്പിള, മയോ, മുഗള്, പത്താനുകൾ, കസാബ്, മുസ്ലിം, രജപുത്തരം, ഖർ, റംഗ്രഡ്, സൈഫി, ഷൈഖ്, സയ്യിദ്, സൽമാനി, സിദ്ദി, തെലി, ആസാമീസ്, ബംഗാളി, ബിലി, ദോഗ്ര, ഗോണ്ടി, ഗുജറാത്തി, കൊങ്കണി, നവയാദ്, മറാത്തി, മുസ്ലിം, മൈത്തി. ഇപ്പം എത്രയും 46 കേട്ടാ. ഒറിയ, തമിഴ്, തെലുങ്ക്, ലബ്ബ, ഞാൻ താമസിക്കുന്നിടത്ത് ലബ്ബകളുണ്ട്. ഗോവൻ മുസ്ലിങ്ങൾ, അബ്ദുൽ അൻസാരി, ഖക്കോ, ബിസാദി, ചമയൽ, ചുരിഹാർ, ചിക്ക്, ഗാഡി, ഇദ്രിസി, കൻസാദ, കുൽഹയ്യ, ലാൽബേഗി, ബീഹാറിലെ മാലിക്കുകൾ, മിറാസി, മിർഷികൾ, മുഗളുകൾ, മുഖേർ, പാസി ഒക്കെ മുസ്ലിങ്ങൾ വേറെ ഒരു അവാന്തര വിഭാഗങ്ങളാണ് കേട്ടോ. ഇപ്പോൾ 60 ഇപ്പോൾ. നാറ്റ് ബമറിയ, ബീഹാറിലെ പത്താൻ, റായൻ, സായ്, സബേര, സയ്യിദ്, മാലിക്, ബീഹാറിലെ ഷെയ്ഖ്, ഷേർഷ ഹവാദിയ, താക്കുറൈ, തെലി, അബ്ദൽ, അലവി, ബോറ, അൻസാരി, അറബികൾ, അത്തർവാല, ബാഫാൻ, ബലൂച്ച്, ബഞ്ചാര, ബഹ്രീം, ദദാന, ബുർബുഞ്ച്, ഭീഷ്മി, ചിപ്പ, ചുനാര, ചുന്തികർ. ഇങ്ങനെ പോയി ഇനിയിപ്പോൾ മറ്റേ എല്ലാം കൂടി വായിക്കാൻ പറ്റില്ല പറഞ്ഞില്ല. നമുക്ക് 250 ബാട്ടിയാര, ഭീഷ്മി, ഭൂമിഹാർ, മുസൽമാൻ, ബിസൻ, ഖാൻ സാദ, ബിസാദി, ചാണ്ടാൽ, ഹാൻസാദ, ചിക്ക്, ദക്കിനി, ദഫാലി, ദാഗി, ദർഹി, ദോബി, മുസൽമാൻ, ഡോഗർ. അപ്പോൾ എത്രയും 261. 298 പോലെ മുജാവിർ, മുഖേർ, നഗർ മുസ്ലിങ്ങൾ, നൻപാട്, നൻബായ്, നഖല്, പഞ്ചപരിയ, പങ്കിയ, ഉത്തർപ്രദേശിലെ പത്താനികൾ, പുട്ടുവാലെ, കലന്തർ. ഇതിൽ പല പേരുകളും ഞാൻ പറഞ്ഞെന്നെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അത് അറിയാതെ തെറ്റിപ്പോയിട്ട് ഇട്ടതല്ല. ഒരേ ജാതിപ്പേര് പല സംസ്ഥാനങ്ങളുടെ OBC ലിസ്റ്റുകളിൽ വേറെ വന്നിട്ടുണ്ട്. അവരാചാരങ്ങൾ വേറെയാണ്. ഇപ്പം നായർ തന്നെ തെക്കൻ നായരും വടക്കൻ നായരും തമ്മിൽ വ്യത്യാസമുണ്ട്. നായന്മാരിൽ തന്നെ കുറുപ്പന്മാർ അങ്ങനെയൊക്കെയുണ്ട്. ഏതായാലും ഇത് ഇൻഫർമേഷൻ പെട്ടെന്ന് കിട്ടാവുന്ന കാലമാണ്. നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ ചാറ്റ് GPTയോടോ AI ഒക്കെ പുസ്തകങ്ങൾ വായിച്ചു. അതുകൂടെ ഇന്ത്യ ഗവൺമെൻറ് ഗസറ്റ് റെഫർ ചെയ്ത് ഞാൻ പറഞ്ഞ് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മറ്റേ സ്വന്തം കാലും മണ്ണിൽ പൂട്ടിയിട്ട് 2 കാൽമേയും മന്തുള്ളവൻ മന്തുകാല് ഇതിൽ പൂഴ്ത്തിയിട്ട് മറ്റുള്ളവരെ ഒറ്റക്കാലിനെ മന്ദാന്ന് വിളിക്കരുത്. ഇവിടെ ഈ മതം മാറ്റം മുഴുവൻ നടക്കുന്നത് ഹിന്ദുക്കളിൽ ജാതിയുണ്ട്, ഹിന്ദുക്കളുടെ ജാതിയാണ് പ്രശ്നം എന്നൊക്കെയും പറഞ്ഞിട്ടാണ് ഇവർ കളിയാക്കുന്നത്.
എന്ന് പറഞ്ഞിട്ട് അപഹസിക്കുന്നു, ആക്ഷേപിക്കുന്നു. അതിൻ്റെ പേരിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? അതിൻ്റെ പേരിലാണ് ഇവർ മതം മാറ്റം നടത്തുന്നത്. ഈ മതം മാറ്റം നടത്തുന്ന സമയത്ത് എന്തിനു ചോദിച്ചാൽ പറയും ഷിയ ഇവിടെ ഇല്ല, ഇവിടെ സുന്നി മാത്രമേ ഉള്ളൂ. കല്യാണം കഴിച്ചു പോകുമ്പോഴറിയാം ഇവർ തമ്മിൽ ഗ്രൂപ്പുകളുണ്ട്. സമസ്ത ഒരു ഗ്രൂപ്പാണ്, സുന്നികളുടെ ഗ്രൂപ്പാണ്. അത് 2 എണ്ണമാണ്. പിന്നെ കുറുവട്ടൂരികൾ എന്തോ പറഞ്ഞ ഇവർ തെറി പറയുന്നത്, അത് 3ാമത്തെ ഒന്നാണ്. പിന്നെ സമസ്തകൾ, പിന്നീട് ജമായത്ത് ഇസ്ലാമിയുണ്ട്, പിന്നെ മുജാഹിദുണ്ട്, എന്നിത്യാദി. പിന്നെ അതിൻ്റെ രാഷ്ട്രീയ പാർട്ടി വേറെ, അതിന് 2-3 ഉണ്ട്. ഈ രീതിയിൽ അപ്പോൾ നോക്കുമ്പോൾ ഒരു 10-15 ഉള്ളൂ. പക്ഷെ അത് കഴിയുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ OBC ഗസറ്റുള്ള മുസ്ലിം സമുദായങ്ങൾ ലിസ്റ്റ് എടുക്കുന്ന സമയത്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 308 അവാന്തര വിഭാഗങ്ങളാണ് ഇതിനകത്തുള്ളതെന്നർത്ഥം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇവർ പറയാൻ പോണത്? അതൊന്നും ശരിയല്ല, ഇതൊന്നും ശരിയേ അല്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രം. ഗൂഗിളിനകത്ത് കാര്യമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആരോടും വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ AI വിളിച്ച് ചോദിക്കുക. ആരോടും വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. അതല്ല ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് എവിടെയും ബോധിപ്പിക്കാനായിട്ടുള്ള തെളിവ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഗസറ്റ് അത് നിങ്ങൾ റെഫർ ചെയ്താൽ അപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുമെന്ന് സാരം. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുക. ഹിന്ദുവിൻ്റെ കടിക്കാത്ത ഹിന്ദുവിൻ്റെ വായിൽ വിരൽ കിടത്തിയിട്ട് കടി വാങ്ങിക്കാൻ നിൽക്കരുത്. നമസ്കാരം.